നമ്മളെ എൻജിനിലേക്ക് കറണ്ട് എത്തുന്നില്ല. പഠിച്ച പണി 19 നോക്കി. ഇനി ആവുകയാണെങ്കിൽ ഈ സാധനം കംപ്ലൈൻറ്റ് ആവാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇതാണെങ്കിൽ 2 ട്വിൻ സ്പാർക്കാണല്ലോ, 2 സൈഡിലും. അബ്രാർ വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണേ. ഞാനേ ഫർസാൻ ഐലാൻഡിലുള്ളത്. രാത്രി ഇതാ നമ്മളിവിടെ അല്ലേ സ്റ്റേ ചെയ്ത്, ടെൻ്റൊക്കെ മടക്കി സെറ്റാക്കി വെച്ച് ക്യാപ്റ്റൻ റെഡി ആയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അടിപൊളി വാട്ടർ ആട്ടോ. ഒന്ന് ചാടി മറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ തീരെ ആയില്ല വെള്ളം. പിന്നെ മാത്രമല്ല കുറച്ച് ചൂടും, നല്ല ചൂടാണ്. പിന്നെ വെച്ചാൽ എന്തോ ഒരു തരിമ്പല്ലാത്ത കിളിയുണ്ട്, തൈ പാറുന്ന കിളി. ഒരു തൊയ്ര്യം എന്ന് പറഞ്ഞത് ഉറങ്ങാൻ മനുഷ്യനെ സമ്മതിച്ചിട്ടില്ല. രാവിലെ ഒരു ചൂടും പുറത്തിന് കാറ്റും, പിന്നെ രാവിലെ നമ്മൾ ഇറ്റികളൊക്കെ പാടൊരു വരവ്, അങ്ങനെ ഒരു കഥ. പിന്നെ നമ്മൾ ഇന്നത്തെ വണ്ടിക്ക് ഇന്ന് ഉച്ചക്ക് 3:30-ക്കുള്ള ഫെറിക്ക് തിരിച്ചു പോകണം ജിസാനിലേക്ക്. ഫർസാൻ ഒരു ഐലൻഡ് ആണല്ലോ, നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. തിരിച്ച് ജിസാനിലേക്ക് പോവാം, ജിസാനിൽ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാതെ പോവാം. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു പരിപാടി. പോവല്ലോ മോനെ. അവിടെ പബ്ലിക് ടോയ്ലറ്റ്, പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ വിടാം. വേറെ എത്ര സ്ഥലത്ത് കുടുങ്ങാണ്ട് ഈ ദ്വീപ് തന്നെ എന്നെ കൊണ്ട് കുടിക്കല്ലോ. ഇവിടേക്ക് ഇന്ന് ടാങ്കില്ലാതെ വിടാൻ പോണേ. നെയ്യില്ലേ എന്നാ കഴിച്ചിക്കണേ. വയർ ഔട്ട് ചെയ്യണേ. ആ അതിന്റെ വയറ്, അതിന്റെ മുകളിലേക്ക് ഒരു വെള്ള വയർ സോക്കറ്റ് പോയി ലൂസ് നോക്കിയാ ലൂസോ പൊട്ടോ എന്തെങ്കിലും. അതന്നെ ഇത് ഇവിടുന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണ തന്നെ. അതടാ വെള്ള സോക്കറ്റിന്റെ അയ്യാ മറ്റേ കേബിളേ. ആ കേബിളൊന്ന് വണ്ടീന്റെ എഞ്ചിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കാ വയറ് വെച്ചു. എന്നിട്ടൊന്ന് അപ്പുറം പോയി ഇക്കടിച്ചാ ടോപ്പില് എന്നിട്ട് കാണുന്ന വിധത്തിലെ മുകളിൽ ഇറത്താക്കി അങ്ങനെ വെച്ചോ, എഞ്ചിന്റെ മുകളിൽ ഇറത്താക്കിയാണ് വെച്ചോ. ഓക്കെ ചൂടോട്ടെ അല്ലെങ്കിൽ ഇക്കടിക്കാനില്ല. എൻ്റെ ദുഃഖത്ത് പങ്കെടുക്കാൻ ഒരാൾ കൂടി വന്നിക്കണേ.
മലയാളിയാ അടിച്ചോട്ടെ. ശരിക്കും നോക്കിക്കോ, പിന്നെ കണ്ടില്ലേറരുത്. വേണ്ട, ആരുമില്ല. ണ്ടോ? ആ, കറണ്ട് വരില്ലേ? പവർ കട്ടാണോ? KCBക്ക് ഒന്ന് വിളിച്ച് നോക്കിയാൽ. ബാറ്ററി ഇത് പോരായിട്ട് പുതിയ ജമ്പർ എടുത്താണ്ട് കുത്തിക്കണ് പുതിയ ഉള്ളിക്ക്. ഇല്ല, ഇനി അങ്ങനെ കൊച്ചാക്കല്ലേ. ആ, അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഈ മാന്തി നോക്കേണ്ടി വരും. ഇല്ല, കറണ്ട് വരുന്നില്ല. ബാറ്ററിൻ്റെ പ്രശ്നമില്ല, എന്താ പറയുക, എണ്ണ ഉണ്ട്. നമ്മളെ എൻജിനിലേക്ക് കറണ്ട് എത്തണില്ല. പഠിച്ച പണി 19 നോക്കി. ഞാൻ 19 പണി പഠിച്ചിനി. അപ്പോൾ നോക്കി, ഒരു രക്ഷയില്ല മക്കളെ. എത്ര സ്ഥലം കുടുങ്ങാണ്ടില്ലേ. ഇത്രയും ദിവസം ഓടിയും പെടാതെ ഈ ദ്വീപിൽ വന്ന് വിട്ടിക്കണം. ഇന്നലെ പറഞ്ഞാൽ തുരുത്തിൽ നായി കുടുങ്ങിയ അവസ്ഥ ഇപ്പോൾ ശരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ചൂടാവും. ഇങ്ങനെ പൊള്ളു വെയിലത്ത്. അപ്പോൾ ഒന്നുകൂടി രസം ഉണ്ടാവും. അപ്പോൾ എത്ര രസം പോരാ. എൻ്റെ പൊന്നോ, കറണ്ടിൻ്റെ ഫസ്റ്റ് സാധനമാണ് ബാറ്ററി. ബാറ്ററി ചാർജ് ഉണ്ട്. നമ്മൾ ബാറ്ററി മാറ്റിയല്ല അബുദാബിന്ന്. പോരാത്തതിന് ജമ്പർ ഇട്ടിട്ട് പുതിയ ബാറ്ററി കൊടുത്തും ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പക്ക റെഡിയാണ്. ഫ്യൂസുകളെല്ലാം റെഡിയാണ്. TCI യൂണിറ്റ് അപ്പോൾ മാറ്റി പുതിയത് വെച്ച്. ഇതിന്നാണ് ശരിക്കും കറണ്ട് രണ്ടാമത് സപ്ലൈ ചെയ്യണത് ഇഗ്നിഷൻക്കൊക്കെ. പക്ഷേ എൻജിനിലേക്ക് മാത്രം കറണ്ട് എത്തുന്നില്ല. ഇനി ആവുകയാണെങ്കിൽ ഈ സാധനം കംപ്ലൈൻറ്റ് ആവാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ 2 ട്വിൻ സ്പാർക്കാണല്ലോ, 2 സൈഡിലും കറണ്ട് ഉണ്ട് പുതിയ എൻഫീൽഡിന്. അപ്പം മറ്റേ സൈഡത്തും വരുന്നില്ല. അപ്പം ഇതിൻ്റെ കറണ്ടാണിത്. അപ്പം ഇതിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇതിന് മാത്രമല്ലേ വരാത്തുള്ളൂ, മറ്റേലും വരുന്നില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സത്യത്തിൽ കുടുങ്ങിട്ടോ, സത്യമായിട്ടും മടുത്തുപോയി. സംഭവം തമാസാക്കുണ്ടെങ്കിലും പെട്ടുകണ്. മനുഷ്യനെ മനഃപൂർവ്വം കൊണ്ട് കൊടുക്കുക വണ്ടി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇതെങ്ങനെ ജിസാനിലെത്തിക്കണം നമുക്ക്? നമ്മൾ എന്തൊക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തൂറ്റിപ്പോയിണേ. നമ്മൾ ഒരു പ്ലാനും നടക്കണില്ലല്ലോ. നമുക്കൊരു ഉനൈത്ത് കിട്ടുകയാണെങ്കിൽ, അതായത് നായ്ക്കുറുക്കം മോഡൽ വണ്ടി കിട്ടുകയാണെങ്കിൽ ഇത് അതേമാതിരി ഷിപ്പിൽ കയറ്റിയിട്ട് നമ്മൾ ജിസാനിലെത്തിക്കുക. അത് ഒരു കരക്കടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാതെ നല്ലേ മതി. ഇതേതെങ്കിലും വണ്ടി കയറ്റിയാണ്ട് കൊണ്ടുപോവാ. ഇനി വെയിലുണ്ടോ മരിച്ചോ? അവിടെ ഒരു സൗദീൻ്റെ വണ്ടി വന്ന് കിട്ടും നെയ്ത്ത്. മൂപ്പരവിടെ കോളേജിൽ എന്തോ പഠിപ്പിക്കുന്നതോ ആണ്. അപ്പോൾ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് മൂപ്പര ആ വണ്ടിയിൽ പോർട്ടിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കണ്. പോർട്ടിൽ നിന്ന് എങ്ങനെ തള്ളി ഫെറി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ജിസാലിൽ എത്തിക്കാം കേട്ടോ. ആളിങ്ങനെ കൂടുക കേട്ടോ.
هنشتغل سلام നമ്മളെ 2 ബാറ്ററിയും ചത്തുക്കണ്. ഇത് പുതിയ ബാറ്ററിയാണ് ശരിക്ക്, അതും കിട്ടുന്നില്ല. പഴയ ബാറ്ററിയിൽ ചാർജ് ഇല്ല. നമ്മൾ ഇത് കൊടുത്തില്ലേ, എന്താ പറയുക, ചാർജർ കൊടുത്തില്ലേ, ചാർജറാണ് പ്രശ്നമായത്. അത് ഷോർട്ടായി ഉള്ളിൽ. അപ്പോൾ കാറിൻ്റെ വലിയ ബാറ്ററിക്ക് ജമ്പർ കൊടുത്തപ്പോൾ ഇനിയൊക്കെ തൽക്കത്തിൽ തുടങ്ങണം അല്ലേ. നേരെ പോലെ പോലി. അയ്യോ, 3-4 മണിക്കൂറാണ്ട് വെയിലത്ത് നിന്ന് കത്തി. ഇഗ്നിഷൻ എഞ്ചിൻ്റെ കിൽ സ്വിച്ച് ആവില്ല, ഒന്നുമില്ല. അങ്ങനെ തന്നെ ചാർജിങ്ങും നിന്ന്. ഇങ്ങനെ വേണം നമുക്ക്. ആദ്യമായിട്ടാണ് സായിപ്പന്മാരാ ട്രൗസറൊക്കെ ഇട്ടാണ് ഓടിക്കണേ. വേറെ നിവർത്തിയിട്ടാണ്. ഇവിടെ സുസുക്കി ഇവിടുത്തെ സൂക്കാട്ടത് പറസാൻ ദ്വീപിലെ. രാത്രിയാണ് ശരിക്കും ഒന്ന് ഉണരുക. അപ്പം എല്ലാവരും പകല് നല്ല ഉറക്കമാവും. നമുക്ക് റൂമിൽ പോയി ഫ്രഷായി ഒന്ന് 3:30ക്കാണ് തിരിച്ചിഞ്ഞ് കയറിയുള്ളത്. അപ്പോൾ 2 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് അവിടെ എത്താം. ജബ്ബാർക്ക് എത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായി. ഇത് അവിടെ കുടുങ്ങിയിട്ട് ഇതില്ലല്ലേ. ഞാനിവിടുന്ന് ജിസാൻക്ക് തിരിച്ചു പോവാട്ടോ. നമ്മൾ ബന്ധുക്കാരോടൊക്കെ പോയി നിൽക്കുമ്പോൾ പറയില്ലേ, വല്ലാത്തൊരു വരവും പോക്കായത്. അതേമാത്തൊരു വരവും പോക്കായത്. കാരണം ഒന്നാമത് നമ്മളെ വണ്ടി രാവിലെ കേടുന്നതിലേക്ക് ആകെ മതിയായി. പിന്നെ ഇവിടെ കറങ്ങാനും ഇതിനൊന്നും സമയം കിട്ടിയില്ല. ജബ്ബാർക്ക പോട്ടെ. ജബ്ബാർക്ക് ഇനി അവിടെ പെട്ടപ്പോൾ അവിടെ ഫുൾ ടൈം മിക്കുള്ള വെള്ളം ജലമാനമൊക്കെ കൊണ്ടുവന്ന് ഞാൻ കേട്ടോ. എന്നാൽ പോയി തരാം. ആണോ നിങ്ങളോട് എല്ലാം പറഞ്ഞേ? വെളിമുക്കില്ലേ? എന്നാ പോയിട്ടോ. എന്നാ പോയിട്ടോ. വേണണ്ടായോ? വഴിയൊക്കെ പഠിക്കാൻ സുഖം, ആകെ കുറച്ചുള്ളൂ. അബ്രാറിൻ്റെ വണ്ടിയല്ലേ?
भैया अबरार है इधर? हाँ अबरार वो मोटरसाइकिल वाला उधर है 101 में। अबरार पेपर वीज़ा ई वीज़ा। ओ पेपर वीज़ा मिलता है आपको? जी। तो आज इन जर्मनी के ഓക്കെ ഇത് വൈൽഡ് ലെൻസ് ബൈ അബ്രാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ആളങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്ക് സൗദിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആളെ മീറ്റ് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. കാരണം മദീനയിൽ ജിദ്ദയിൽ ലാസ്റ്റ് അബുഹയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പാണ് ക്യാച്ച് ചെയ്ത്. ലാസ്റ്റ് ബൈലാൻഡിൽ നിന്ന് കിട്ടി. വണ്ടി കണ്ടപ്പോഴേക്ക് മനസ്സിലായി BMW 310 GS അവിടെ ഫ്രണ്ട് കിടക്കുന്നുണ്ട്. അബ്രാർ എന്നാണ് പേര് കേട്ടോ. പാകിസ്ഥാൻകാരനാണ് ഇദ്ദേഹം. എന്നെ പോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബൈക്ക് ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ചാനൽ കയറി കണ്ടാൽ കാണാൻ മാത്രം സംഭവങ്ങൾ മൂപ്പർ ചാനലുണ്ട് കേട്ടോ. मैं मलयालम बोलता है आपको कुछ मुझे थोड़ी बहुत ठीक है आ जाए तो समझ लग जाती वैसे नहीं। ओके ऑल द वेरी बेस्ट स्टे सेफ टेक रेस्ट। आपके साथ थोड़ा सा सॉरी यार मैं हाँ ए प्रॉब्लम नहीं हमको मालूम है ആള് റെസ്റ്റ് എടുക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി ഈ 3 ടൺ कहाँ से लिया? जर्मनी से लिया। वो आपको उधर रेसिडेंस है क्या? जर्मनी में हाँ मैं वहीं पे उधर काम करते हैं पहले? वहीं पे काम कर रहा हूँ, वहीं पे रह रहा हूँ। ओ इसलिए कोई टेंशन नहीं. जर्मन का वीज़ा है फिर कोई जगह से भी वीज़ा मिलेगा. हाँ इजी होता है इतना ഈസി में मिलता है सिवाय इंडिया के। യെസ് ജർമ്മൻ റെസിഡൻസ് ആട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എവിടെ വേണമെങ്കിലും വിസ കിട്ടും. നമ്മളെ പോലെ ഇങ്ങനെ വിസക്ക് വേണ്ടി കയറി ഇറങ്ങേണ്ട പ്രശ്നം വരില്ല. ഇവനെ കണ്ടു വെച്ചോളൂ കേട്ടോ. ഭാവിയിൽ യാത്രയ്ക്കിടയിൽ നമുക്ക് ആവശ്യം വരും. हम बहुत पुराना है माशाल्लाह बहुत अच्छी है। वेट आपके पास बहुत कम है, मेरे पास से बहुत ज़्यादा है। हाँ मैं भी पहले बहुत लेके जाते फिर कम के इतने हो गया. ये बेस्ट होता है मेरे पास। यही बस जो रूम में लेके जाए को मुश्किल है. और ये मुश्किल है लेके जाने के लिए. ज़्यादा मुश्किल होता है ऑफ रोड पे. इधर तो फिर भी इतनी मुश्किल ऑफ रोड नहीं है. पाकिस्तान में साइड पे बहुत टफ था. टफ है. कल इंशाल्लाह ये इंटरनेशनल है ना? जी जी कोई जगह से मिल इंशाल्लाह मुलाकात करते हैं हम जिसान में। ठीक है थैंक यू खैरियत से जाएं। सॉरी फॉर सबको मेरी तरफ से सलाम। वाह ഞാൻ കുറച്ച് ദിവസമായിട്ട് ആളെ വ്ളോഗിന് ശ്രദ്ധിക്കുന്നുണ്ട്. മൂപ്പരും ഇതേപോലെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലാട്ടോ. വൈൽഡ് ലെൻസ് ബൈ അബ്രാർ എന്നാണ് പേര് യൂട്യൂബ് ചാനലിൽ. കയറി വയ്ക്കാൻ മതി. നല്ല രസമാണ് കാണാനാളെ. നമ്മൾ പോർട്ടിലെത്തി. ലേറ്റായി പോയിട്ട് നമ്മൾ അബറാറായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ കുറച്ച് നേരെ വൈകി. പക്ഷേ ബൈക്കായതുകൊണ്ട് വിടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
ഓക്കെ ഫിനാഖ് എന്നാ നമ്മൾ മേലെ പോവാ. നേരാണ് നമ്മൾ ഇരിപ്പിടം. അഞ്ച് മണിയാകുമ്പോഴത്തേനും നമ്മൾ ജിസാലെത്തും കേട്ടോ. എൻ്റെ ഇന്നത്തെ ഉറക്കം ഒന്നും ശരിയാകത്തോണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങും. എല്ലാവരും ഉറങ്ങിക്കോളിയേ. ബൈ.